തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് സത്യത്തിൽ നമ്മളൊക്കെ അത് മറന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. 9-11 തീയതികളിലാണ് തിരഞ്ഞെടുപ്പ്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും കേരളത്തിലെ പൊതുവെ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങൾ മാധ്യമങ്ങളുമാണ്. പക്ഷെ ഇവരാരും ഇത് ചർച്ച ചെയ്യുന്നില്ല. എല്ലാത്തിലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഗർഭകലക്കൽ, ഗർഭചിത്രം, പെണ്ണ് കേസ്, എത്ര പെണ്ണുങ്ങളുടെ പിറകെ പോയി, എത്ര പെണ്ണുങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്, ഇതൊക്കെയാണ് മൊത്തം ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇത് റേറ്റിംഗ് അനുസരിച്ച് ഓരോ ചാനലും അവർക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ച 2 പേരാണിപ്പോ പടുകുഴി. ഒന്ന് രാഹുൽ ഈശ്വർ. ഇപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിലാണ്. കസ്റ്റഡി കാലാവധി നീട്ടുമോ ജാമ്യം കൊടുക്കുമോ ഒരു പിടിയുമില്ല. സന്ദീപ് വാര്യർ ഒളിവിലാണ്. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞ കോൺഗ്രസ് സന്ദീപ് വാര്യർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ അതിജീവിതയെ 1 വർഷമായിട്ട് ആ പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്, മിണ്ടാതെ അവിടെ കിടന്നാൽ പോരെയായിരുന്നു, എന്തിനാണ് ഇതാണ് അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് വീണ്ടും ഇട്ടത് എന്ന് ചോദിച്ചുകൊണ്ട്. എന്താണ് ഏറ്റവും ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരൻ പിണറായി വിജയനാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു സമയത്ത് മറ്റൊരു കാര്യവും ജനങ്ങൾ ചർച്ച ചെയ്യരുത്. ശബരിമലയോ ഭരണവിരുദ്ധ വികാരമോ വികസനമില്ലായ്മയോ ഒന്നും ചർച്ച ചെയ്യരുത്. ഒള്ളി ഗർഭം കലക്കലിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാവൂ. അങ്ങനെയുള്ള പിണറായിയുടെ തന്ത്രം ഏറ്റു എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അല്ല, പിണറായി വിജയന്റെ തന്ത്രങ്ങൾ കേരളത്തിൽ ഇത് എത്രയോ കാലമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ബോധപൂർവം ചെയ്യുന്നത് എന്നുള്ളതിലേറെ അദ്ദേഹത്തിന് ഈ തന്ത്രവും PR വർക്കും ഒക്കെ ചെയ്യാനുള്ള വലിയ ശമ്പളം പറ്റുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിപ്പോൾ പിണറായി വിജയൻ്റെ ബുദ്ധി എന്നൊന്നും പറയുന്നത് അതിശയോക്തിയായിരിക്കും. അദ്ദേഹത്തിന് ഒട്ടും ഇല്ലാത്തൊരു സംഗതിയാണത്. ഈ പൊതുവെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഉണ്ട് ടീം. പാർട്ടി പിടിച്ചെടുക്കാൻ പാർട്ടിക്കകത്ത് ഒരു ലോബി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഭരണം നടത്തുന്നത് അദ്ദേഹമല്ല, പാർട്ടിയല്ല, മുന്നണിയല്ല, ഒന്നുമല്ല. അദ്ദേഹത്തിന് അറിയാം കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് പറ്റിയ ഒരു ടീമിനെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കും. ആ ടീമാണ്, അവരുടെ ബുദ്ധിയാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ആ ടീമിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, കൂടെ നിർത്താൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അത് ഈ നല്ല മാനേജർമാരുടെ ഒക്കെ അത് സാമർഥ്യം എന്നല്ല അതിന് പറയാം, അവരുടെ അതാണ് അവർ. അത് പോട്ടെ, ഞാൻ പറയുന്നപ്പോൾ പിണറായി വിജയൻ്റെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എനിക്ക് തോന്നുന്നത് അതിബുദ്ധിയാണ് പറ്റിയത്. ഞാൻ പറയാം, രാഹുൽ ഈശ്വറിൻ്റേത് പ്യുവർ ആൻഡ് ഓപ്പൺ ഡീലാണ്. വളരെ കൃത്യമായ ഡീലാണ്. രാഹുൽ ഈശ്വർ ഇതുവരെ ഇടപെട്ടിട്ടുള്ളത് കേരളത്തിലെ അതിസമ്പന്നന്മാരായിട്ടുള്ള ക്രിമിനലുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ കേസ് തീർച്ചയായിട്ടും അവനത് അർഹിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, മലയാളി അയാളെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ ഈ എല്ലാ കേസിലും അവിടുത്തെ വരവ് നിന്ന് കഴിഞ്ഞാൽ ഇനി കിട്ടാൻ സാധ്യതയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം നാളെ നമ്മുടെ മാധ്യമങ്ങൾ കയറിയിട്ട് രാഹുൽ ഈശ്വർ ചെകുത്താനാണെന്ന് പറയാൻ, മീൻസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെകുത്താനാണെന്ന് പറയാനും രാഹുൽ ഈശ്വറിന് മടി ഉണ്ടാവില്ല. കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു ഡീൽ നിർത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന 2 പേരെ കുറിച്ചാണല്ലോ. ഒന്ന് സന്ദീപ് വാര്യരെ കുറിച്ചല്ലേ. സന്ദീപ് വാര്യർ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് പറ്റിയത് ഈ ഒരു ബുദ്ധി കൂടുതൽ കൂടിയതുകൊണ്ടല്ല, അതിബുദ്ധി അല്ല, അത് ഒരു ശുദ്ധതയോ ഈ പറഞ്ഞ വാര്യരുടെ ഒക്കെ ഒരു ശുദ്ധതയോ ബുദ്ധി കുറവോ ആണ്. അദ്ദേഹത്തിന് പറ്റിയത് കോൺഗ്രസിനെ കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സമയമെടുത്തു. ഇപ്പോഴും അദ്ദേഹം പഠിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധി ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് രാഹുലാകുമോ, അതായത് ഇപ്പോൾ രാഹുലിനെ പുറത്താക്കുന്നത് വരെ എല്ലാവരും രാഹുലിനെതിരായിരുന്നു. പുറത്താക്കി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനകത്ത് ഒരുപാട് ശബ്ദങ്ങൾ പുറപ്പെടാൻ തുടങ്ങി രാഹുലിന് അനുകൂലമായിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കോൺഗ്രസിനകത്ത് വലിയ താപ്പാനകൾ ഉൾപ്പെടെ പല കോണുകളിൽ നിന്നും ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി. അപ്പോൾ VD സതീശൻ എന്ന നേതാവിനെ എല്ലാവരും പിൻ പോയിന്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള യുവ തുർക്കികളുടെ കയ്യിലേക്കാണോ ഇനി പാർട്ടി പോകുന്നത് എന്നൊരു ചിന്ത വന്നു. മാത്രമല്ല, ഈ സന്ദീപ് വാര്യർ പാലക്കാട്ടുകാരനാണ് താനും. പാലക്കാട്ടെ കോൺഗ്രസിലാണ് അദ്ദേഹം നിന്ന് പൊറുപ്പിക്കേണ്ടത്. കാരണം പാലക്കാട്ടെ BJPയിൽ നിന്നാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തുടങ്ങിയ ഈ ക്രിമിനൽ സംഘം തന്നെ ആകുമോ നാളെ KPCCയുടെ നേതൃത്വത്തിൽ എന്നൊരു ഈ സ്ഥലജലഭ്രമം എന്ന് പറയില്ലേ, അത് സന്ദീപ് വാര്യർക്ക് വന്നതായിരിക്കണം. അല്ല, സന്ദീപ് വാര്യർക്ക് ഇത്തരത്തിൽ മണ്ടത്തരം അങ്ങനെ പ്രത്യക്ഷത്തിൽ ചെയ്യുന്ന ഒരാളല്ല. അധാർമിക വൃത്തിയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഒരു റിലേഷനെ കുറിച്ചുള്ള കേസ് തൃശ്ശൂർ ഏതൊക്കെ ഇട്ടിരുന്നു എന്നുള്ള ഒഴിച്ചാൽ, അത് പാർട്ടിക്കാർ തക്ക സമയത്ത് അദ്ദേഹത്തിനെതിരായിട്ട് ഉപയോഗിച്ചു എന്നുള്ള ഒഴിച്ചാൽ,
വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹത്തെ അറിയാവുന്ന മണ്ണാർക്കാട്ടുകാരും അദ്ദേഹത്തെ അറിയാവുന്ന നാട്ടുകാരും ഒന്നും ഒരു ക്രിമിനൽ മനസ്സോടുകൂടി, ഒരു സൈക്കോപാത്ത് ആണെന്നോ ഒരു ക്രിമിനൽ മനസ്സോട്, ക്രിമിനൽ ആണെന്നോ സൈക്കോ ആണെന്നോ രണ്ടും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്ക് തോന്നി പറ്റിയത് ഈ അബദ്ധമായിരിക്കും. ആ അബദ്ധം അദ്ദേഹത്തിന് മാത്രമല്ല, കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഇപ്പോൾ എല്ലാവർക്കും ഉള്ള അബദ്ധമാണ്. ആരുടെ കൂടെ നിൽക്കണം? അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നേക്കുമായിട്ട് പുറത്താക്കിയിട്ട് കോൺഗ്രസ് ആദ്യമെടുത്ത തീരുമാനത്തിലേക്ക് സമ്പൂർണ്ണമായി വരുന്നതോടെ വീണ്ടും വി ഡി സതീശൻ്റെ നേതൃത്വത്തിലേക്ക് തന്നെ പാർട്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നില്ലെങ്കിൽ ഈ ആശങ്ക രാഹുലിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. സന്ദീപ് വാര്യർക്ക് മാത്രമല്ല. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ രാഹുൽ മാങ്കൂട്ട യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്? ഇയാളൊരു രാഷ്ട്രീയ നേതാവാണ്, ഒരു ജനപ്രതിനിധിയാണ്. ഈ ഇപ്പോൾ സാറ് നേരത്തെ ഒരു വാചകം പറഞ്ഞ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് വെക്കുമ്പോൾ ഈ സ്ത്രീകളോട്, അത് ഇപ്പോൾ ഇരയാണോ അതിജീവിതയാണോ അല്ല എന്തും ആയിക്കൊണ്ട് പോട്ടെ, ഇപ്പോൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ വരുന്ന സ്ത്രീകളോ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾ എന്ത് വിഡ്ഢികളാണെന്നാണ് ഇയാൾ വിചാരിച്ചത്? ഈ സ്ത്രീകളെ ഇങ്ങനെ കൈമാറി അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ ഉപയോഗിച്ചങ്ങ് കളഞ്ഞാൽ ഇയാൾ കയറി രാഷ്ട്രീയത്തിന്റെ വിജയപ്പടികൾ ഇങ്ങനെ കയറി പോകുമ്പോൾ തനിക്ക് മീതെ ആരും വരില്ല എന്നൊക്കെ ഉള്ളൊരു അമിതമായ ഒരു വല്ലാത്തൊരു ഭയമില്ലായ്മയാണ് ഇയാളെ കൊണ്ട് അവസാനം ഇങ്ങനെ ഒരു കുരുക്കിലേക്ക് കൊണ്ട്. പലരും അത് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രതിനിധി അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ ഒരു ഭയം കാണും, നാളെ ഇത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ളത്. സാധാരണക്കാരെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതൽ ഭയം രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാകും. ഇയാൾക്ക് അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ, അതോ സ്ത്രീകൾ പരാതിപ്പെടില്ല എന്നുള്ള അമിത ആത്മവിശ്വാസമാണോ? അയാൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനല്ല തെറ്റിയത് രാഹുൽ മാങ്കൂട്ടത്തിനെ കറക്റ്റ് സമയത്ത് തിരിച്ചറിഞ്ഞ് തിരുത്താനോ വലിച്ചെറിയാനോ പറ്റാതെ പോയ കോൺഗ്രസിനാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, ഇപ്പോൾ ധന്യ തന്നെ സംസാരിക്കുന്നത് ഒരു കോമൺ സെൻസ് ഉള്ള സാധാരണ മനുഷ്യനെ കുറിച്ചാണ്. ആ മനുഷ്യൻ നോർമൽ അല്ല, സൈക്കോപാത്ത് ആണെന്ന് പറഞ്ഞാൽ ശരാശരിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ആൻറ്റി സോഷ്യൽ സൈക്കോളജിക്കൽ ഡിഫക്റ്റിനാണ്. മാനസികമായ ഡിഫക്റ്റുള്ള ആൻറ്റി സോഷ്യലായ ഒരു ക്യാരക്ടറാണ്. അത് വി ഡി സതീശനെ പോലുള്ളവർക്ക് പണ്ടേ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ പക്ഷേ ഈ യുവതുർക്കികൾ ഇവൻ്റെ കൂടെ കൂടുന്ന വലിയൊരു മൂവ്മെൻ്റ് ആക്കി മാറിയപ്പോൾ അവർക്ക് നടപടി എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളെ പറ്റിക്കുന്നോന്നല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇങ്ങനെ പെരുമാറുന്ന ഒരു ക്യാരക്ടറാണത്. ആ ക്യാരക്ടർ കോമൺ സെൻസ് ഉള്ള സാധാരണ മനുഷ്യൻ്റെ കോമൺ സെൻസ്, സാധാരണ മനുഷ്യൻ്റെ ധാർമ്മിക ബോധം, സാധാരണ മനുഷ്യൻ്റെ അമ്മയും പെങ്ങളും, സാധാരണ മനുഷ്യൻ്റെ സ്ത്രീയോടുള്ള പരിഗണന, വാത്സല്യം, സ്നേഹം, പ്രണയം, ഈ വികാരങ്ങളൊക്കെ ഉള്ള ഒരു ജീവിയെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ജീവിയാണ്, മാരകമായ രോഗം ബാധിച്ച ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ജന്മനാ വൈകല്യമുള്ള ഒരു ജീവിയാണെന്ന് തിരിച്ചറിയാൻ അടൂർക്കാർക്ക് എന്താ പറ്റാതെഞ്ഞത് എനിക്കറിഞ്ഞൂടാ. അതിപ്പോൾ സാറ് പറയുമായിരിക്കും, പാർട്ടിക്ക് ഒട്ടും പറ്റിയില്ല. എനിക്ക് പറയാം, ഇപ്പം തന്നെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. എന്തുകൊണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ചർച്ചയാവുന്നില്ല, ആ ഒരു വിഷയമില്ല. ഇപ്പം അതിനകത്ത് ഗർഭത്തിൻ്റെ വിഷയമായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്, ആർക്കും അറിയുന്നില്ല. അല്ല, ശരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ലോകത്ത് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമോ, ലോകത്തെവിടെയും ഇപ്പം ഒരു അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് എതിരെ എത്ര നല്ല വൃത്തിയായിട്ട് ഭരിച്ചാലും എതിരെ ഉള്ളൊരു വികാരം ഉണ്ടാവും. കേരള സംസ്ഥാനത്തിൽ ഇപ്പം തന്നെ പരിശോധിച്ചു, നിങ്ങൾ മാധ്യമപ്രവർത്തകയാണ്, പരിശോധിച്ച് നോക്കിയോ, ആൻറ്റി ഇൻകംബൻസി പ്രതിപക്ഷത്തിനെതിരെയാണ്, ഭരണപക്ഷത്തിനെതിരെയല്ല. ഭരണപക്ഷത്തിനെതിരെ ഉള്ളതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ എതിര് പ്രതിപക്ഷത്തിനെതിരെ. ഇപ്പം ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, രാഹുൽ ഈശ്വരനെ പിടിക്കുന്നില്ല. ടി വി അങ്ങോട്ട് വെച്ച് നോക്കിയിട്ട് രാഹുൽ ഈശ്വരൻ കർണാടകത്തിൽ നിന്ന് ഓടി, ബാംഗ്ലൂരിൽ ചാടി, അവിടെ നിന്ന് ഓടി, തമിഴ്നാട്ടിൽ ചാടി, ഇതാണ്ട് ഇവിടെ നിന്ന് ഓടി, മറ്റിടത്ത് അതിൻ്റെ പുറകെ പോലീസ് എന്നുള്ള വാർത്തയാണല്ലോ. ഈ 3 പാർട്ടിക്കാരും വീട് കയറിക്കൊണ്ടിരിക്കുക, കോൺഗ്രസ് പാർട്ടിക്കാരൻ വീട് കയറിയുള്ള അവസ്ഥയിൽ നിന്ന് ടി വി വെച്ചുകൊണ്ടിരിക്കുകയും കോൺഗ്രസ് പാർട്ടിക്കാരൻ ബാക്രം കൊച്ചാട്ടും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ അവിടെ വന്നിരിക്കുക. നോക്കുമ്പോൾ രാഹുൽ മതി, ഇത്രയും മതിയല്ലോ. ഇപ്പം ഓക്കെ അല്ല, വീട്ടില് UDF സ്ഥാനാർത്ഥിയും എല്ലാരും കൂടെ മറ്റേ സ്ലിപ്പ് കൊണ്ടുതരാൻ വേണ്ടി വന്നു ഇന്നലെ. അപ്പൊ ഞാൻ ഈ വാർത്ത ഇട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയോ എന്നൊക്കെ ഉള്ള ഇട്ട് KPCC പ്രസിഡന്റ് പിന്നെ വാർത്താ സമ്മേളനം നടത്തുക. അപ്പോഴാണ് ഇവർ കയറി വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവർ കയറി വന്നപ്പോൾ TV ഓഫ് ആക്കിയില്ല. അപ്പോഴാണ് അതിലൊരു പ്രവർത്തകൻ എന്നോട് പറയുന്നത്, ഇത് കണ്ടിട്ട് ഓട്ടിടാതിരിക്കരുത്, ആ പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഞങ്ങൾക്ക് ഒരു ബന്ധവും പറയേണ്ട ഒരവസ്ഥ. ആരും പറയാതെ, BJP പറയാതെ, CPM പറയാതെ, ആരും പറയാതെ ഇത് ജനങ്ങൾക്ക് കോൺഗ്രസിൻ്റെ എത്ര സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളും തന്നെ എടുത്ത് പറഞ്ഞ ഇതേ അവസ്ഥയിൽ ജനങ്ങളെടുത്ത് എന്ന് ചുമ്മാതെ
അതുകൊണ്ട് മറ്റേത് മനസ്സിൽ വെച്ചേക്കരുത്, രാഹുലിനെ ഞങ്ങൾ പുറത്താക്കി, ഇതേ രീതി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക്. ഇതാണ് പൊളിറ്റിക്സ്. നിങ്ങൾ അപ്പോൾ പറഞ്ഞല്ലോ ബുദ്ധിയില്ലാത്തവനാണ് സാറ് ഇടയ്ക്ക് വെച്ചെന്ന് പറഞ്ഞു, ബുദ്ധിയില്ലാത്ത ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ്റെ അത്രയും സോഷ്യൽ എഞ്ചിനീയറിംഗ് അറിയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇന്നില്ല. മനസ്സിലാവുന്നുണ്ട്? അവരുടെ പാർട്ടിക്കകത്ത് ഉള്ള ആൾക്കാർ വളരെ കൃത്യമായിട്ട് വീട് കയറി വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഏറ്റവും വലിയ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ലോകത്തുള്ളവരെ കൊണ്ട് മൊത്തം പറയാതെ പറയിക്കുന്നുണ്ടിരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ വേറെ കാര്യം പറഞ്ഞല്ലോ, വേറെ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ഒരാളും ഈ പറയുന്നത് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്, രണ്ടുപേരും വല്ലവൻ്റെ ഗർഭം ചുമന്ന് ഒരുത്തനകത്തും ഒരുത്തൻ ഓടിക്കൊണ്ടിരിക്കുക, നാട്ടിൽ നിൽക്കാൻ വയ്യ. ആരാ? ഒരുത്തൻ വല്ലവൻ്റെ ഗർഭത്തിൻ്റെ കാര്യം പറഞ്ഞ് അകത്ത് കിടക്കുക, ജാമ്യം കിട്ടിയിട്ടില്ല, ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മറ്റവനെ നാട് വിടേണ്ടി വന്നു. അപ്പം ഇപ്പം സാറ് പറഞ്ഞത് ശരിയാണെങ്കിൽ വളരെ വലിയ ആൾക്കാരുടെ ഇതുപോലെയുള്ള പീഡനങ്ങൾ ചുമന്ന് കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടുള്ള ആളാണ് രാഹുൽ ഈശ്വർ എന്നുള്ള കാര്യം ജനങ്ങൾ അറിയണം. ഇതിൻ്റെ പുറകിലും ഒരു കോടികളുടെ ഡീലുണ്ട്, മനസ്സിലാകുന്നു, ഈ വെളുപ്പിക്കലിൻ്റെ പുറകിൽ. അപ്പം അതേ ജോലിയാണ് ഈ പറയുന്ന സന്ദീപ് വാര്യറും ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് അയാളെ പറ്റി മനസ്സിലാകും. കാരണം ഈ ഡീൽ വേറെ പാർട്ടിക്കകത്തുനിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇയാളെ ഡീലുകളുടെ കെയർ ഓഫിലാണ് ഈ ഇതിനകത്ത് കയറുന്നത്. ഇയാളുടെ വർത്തമാനങ്ങൾ ചില ഡീലുകളുടെ കെയർ ഓഫിലാണെന്ന് അന്ന് വന്നിരുന്നു. ഇപ്പം എനിക്ക് പറയുമ്പോൾ എത്ര പറയുമ്പോഴും ആ വർത്തമാനത്തിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ ഈ പറയുന്ന മുസ്ലിം ലീഗാന്ന് വന്നത്. മുസ്ലിം ലീഗ് പറഞ്ഞു അതൊന്നും എനിക്ക് നമ്മൾ എത്ര പറയുമ്പോഴും മുസ്ലിം ലീഗിനകത്ത് കുറേ മാന്യന്മാരുണ്ട്, എനിക്ക് അവരോട് വലിയ ബഹുമാനമുള്ളത്. ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന മോശക്കാരനെന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയോടും ചില കാര്യത്തിൽ എനിക്ക് മാന്യത ഇതുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പേരേ ഉള്ളൂ, മതേതര ജനാധിപത്യക്കാരെയൊക്കെ ആലോചിക്കുമ്പോൾ ചില കാര്യം പറയുമ്പോൾ മുനീർ മുസ്ലിം അല്ലെങ്കിൽ അവനകത്ത് മാന്യന്മാരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഉണ്ട്. അവർക്ക് ചില അവരുടെ പാർട്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ള പാർട്ടി അവരുടെ ചില കാര്യങ്ങൾ പോലെ പറയും. എന്നാലും അനാവശ്യമായിട്ടുള്ള വർത്തമാനം പറയാനും അനാവശ്യമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ ഇറങ്ങി നിൽക്കാനും വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ. അതുകൊണ്ട് തങ്ങൾ കുടുംബത്തിനെയൊക്കെ നമ്മൾ എത്ര പറയുമ്പോഴും അവർക്ക് ക്വാളിറ്റി അനുസരിച്ച്. അപ്പോൾ അതിൻ്റെ ഇയാൾ പറയുന്നതിൻ്റെ മൊത്തം കെയർ ഓഫ് അവരുടെ പേരിലായി. ഇയാൾ പറയുന്ന മൊത്തം RSSനെ പറയുന്നതും BJP പറയുന്നതും അല്ലെങ്കിൽ ഹിന്ദുവിനെതിരെ പറയുന്നതിൻ്റെ മൊത്തം കെയർ ഓഫ് ആര് പറയുന്ന? ഇസ്ലാമിസ്റ്റുകൾ പറയുന്നുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല, അല്ലെങ്കിൽ ഇയാൾ ഇത്ര കൃത്യമായിട്ട് പറയത്തില്ല. പക്ഷേ മുസ്ലിം ലീഗിന് എൻ്റെ കെയർ ഓഫ് വന്ന് മുസ്ലിം ലീഗ് അങ്ങ് മാറ്റി നിർത്തി. ഇപ്പോഴും ഇതിനകത്ത് വേറെ ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു അഭിപ്രായമില്ലല്ലോ, ഇതിനെക്കാട്ടി മുതിർന്നവരുണ്ടായിരുന്നല്ലോ, ഇയാളോട് താല്പര്യമുള്ളവരുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിൽ രാഹുലിനെ ഇപ്പോഴും സംരക്ഷിക്കാൻ ഷാഫി ഉണ്ടല്ലോ, ഷാഫി ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴെന്താ പറഞ്ഞു? എൻ്റെ പാർട്ടി പറയുന്നത് ഇയാൾക്കെന്തോ പാർട്ടിക്ക് അപ്പുറമായിട്ട് എൻ്റെ പ്രിവിലേജ് കൊടുത്തിട്ടുണ്ടോ? ഇയാൾ വന്നിട്ട് അത് അവരുടെ ഗർഭമല്ല ഇവരുടെ ഗർഭമല്ല, കല്യാണം കഴിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്, എനിക്കറിയാം, നാണ്ട് നേരത്തെ എൻ്റെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, പൊക്കി കാണിച്ചിട്ട് താത്ത് വെച്ചോണ്ട് അതുകൊണ്ട് കിടന്നോടും. അപ്പം ഇയാൾക്കും ഇതിനകത്ത് ഈ സാറിന് ശുദ്ധോധിക്കാനായിട്ട് ചില കാര്യത്തിനകത്ത് ചില ശുദ്ധമായ ചിന്തകളേ ഉള്ളൂ, അങ്ങനൊന്നും അല്ല. അതിനകത്ത് രാഹുൽ ഈശ്വരെ ഇമ്പിടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇമ്പിടി മേടിച്ചിട്ടുണ്ട്, അല്ലെ ഇയാൾ പണി കഴിക്കത്തില്ല. ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ, തീർച്ചയായിട്ടും ഇതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ഇലക്ഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ധന്യ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ തെരഞ്ഞെടുപ്പിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ബാധിച്ചിട്ടുണ്ടോ, പിണറായി വിജയനെതിരായിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പും നല്ല ബോധ്യമുണ്ട് സാറേ, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു തരംഗം തന്നെയാണ് കേരളത്തിൽ വരിക. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ വരണ്ട. മറിച്ച് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, ഭരണവിരുദ്ധ തരംഗം എന്ന് പറയുന്ന ഒരു സാധനമൊന്നും ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കില്ല. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി വരിക. അതിനെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വേറെയാണ് സാർ. ഒറ്റ കാര്യം കൂടി കൂട്ടത്തിൽ ഓർത്താൽ മതി. ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പെൻഷൻ കൊണ്ട് കൊടുക്കുന്ന ഇവരാണ്, ഈ പാർട്ടി പ്രവർത്തകരായി കൊണ്ട് കൊടുക്കുന്നത്. ഒന്ന്, സാധാരണക്കാരന്റെ ഇഷ്യൂസ് അതൊക്കെയാണ്. പിന്നെ സാറ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വീടിന്റെ പിൻവാതിലൂടെ പോലും കയറി ചെന്നിട്ട് ആളുകളോട് ബന്ധം സ്ഥാപിക്കുന്ന ഇവരാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാൽ പൂർത്തിയാവും. ഈ മീഡിയയുടെ വിഷയം മാറുന്നു, മീഡിയ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭമായി തീരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ ഒരു കൃത്യം ഡിവൈഡ് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ വാട്സപ്പും തുറക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കേരളം മുഴുവനുള്ള പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലെയും സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇലക്ഷനേ ഉള്ളൂ. മുഖ്യധാരാ മാധ്യമങ്ങൾക്കാണ് ഈ സാധനം കൊണ്ട് പോയി തൊലയട്ടെന്ന്. മുഖ്യധാരാ മാധ്യമങ്ങളല്ല ഇപ്പോ ജനകീയ മാധ്യമം, അത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയില് രാഷ്ട്രീയമുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും അവർക്ക് ഇഷ്യൂ അല്ല, അവർക്ക് ഇഷ്യൂ ജനകീയമായ പ്രശ്നങ്ങൾ, അവരുടെ വീട്ടുകാര്യങ്ങളാണ്. അതിൽ സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ നിരീക്ഷണം, അദ്ദേഹം പിണറായി വിജയന്റെ ബുദ്ധിയൊക്കെ നമുക്ക് വേറെ അളക്കാം. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, സോഫാർ പിണറായി വിജയനെതിരായി ഒരു മുന്നേറ്റം കേരളത്തിലില്ല, അത് വളരെ കൃത്യമാണ്.